ഈ പുഴയും കടന്ന് സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോയിൽ കണ്ടതുപോലെ അടുത്ത ആഴ്ചയാണ് ഇനി നരേന്റെ ചാപ്റ്റർ തുറക്കാൻ പോകുന്നത്. ഇനിയാണ് കാവേരിയും നരേനും കണ്ടുമുട്ടാനും പരിചയപ്പെടാനൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ കഥ തമിഴ് വേർഷനിലെ മഹാനദി ഉണ്ടല്ലോ, അതിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ തമിഴിലെ കഥ അതേപോലെ മലയാളത്തിൽ എടുത്തതല്ലല്ലോ, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മാറ്റങ്ങളും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കാവേരിയും കുടുംബവും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനായിട്ട് ഒരു വീട് നേരത്തെ തന്നെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിനീത്. പക്ഷെ അതിന്റെ ഹൗസ് ഓണറെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അയാൾ ഫോൺ എടുക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലിരിക്കുകയാണ് ഇവര്. അപ്പോൾ ഇതേ സമയം ഇപ്പുറത്ത് ജയപാലന്റെ അധപ്പതനവും തകർച്ചയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണോ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്, ആ സ്വന്തം മോള് തന്നെ അച്ഛനെ നോക്കി അച്ഛൻ ഒരു ബിഗ് സീറോ ആണെന്ന് പറഞ്ഞിട്ട് പോയതോടുകൂടി ആള് ആകെ തകർന്നു പോയി ഇരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ദേഷ്യം ഒക്കെ ഇനി കാവേരിയോടുള്ള പ്രതികാരമായിട്ട് മാറും. അങ്ങനെ തിരുവനന്തപുരത്തേക്കല്ലേ പോയിരിക്കുന്നത്, അവിടെ പോയി എങ്ങനെ നീയൊക്കെ സമാധാനമായിട്ട് ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് അവിടെയും കാവേരിയെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജയപാലൻ. അപ്പോൾ ഇനി കാവേരിയും കുടുംബവും തിരുവനന്തപുരത്ത് എത്തുന്നു. അങ്ങനെ തൽക്കാലം ഇവർ താമസിക്കുന്നത് അവിടെയുള്ള കാവേരിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് ഇവർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് വാടകയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിനീത് നോക്കി വെച്ച വീട് ആദ്യം ഇവർ നോക്കാൻ പോകുന്നുണ്ട്. കുറേ ശ്രമിച്ചതിന് ശേഷമാണ് ആ ഹൗസ് ഓണറെയൊക്കെ ഫോണിൽ കിട്ടുന്നത്. അങ്ങനെ അവസാനം ആ വീട് ഇവർക്ക് ശരിയാവില്ല കേട്ടോ. ഇവർ 7 പേരുള്ളതുകൊണ്ട് അത്രയും പേര് താമസിക്കാനുള്ള സൗകര്യം ആ വീട്ടിലില്ല എന്നൊക്കെ പറയുന്നതോടുകൂടി ആ പ്ലാനൊക്കെ പൊളിയുന്നു. അങ്ങനെ വീണ്ടും കാവേരിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇവർ വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വീടുകളൊക്കെ നോക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഹൗസ് ഓണേഴ്സൊക്കെ ഇവർക്ക് വീട് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവസാന നിമിഷം ഇവർ വീട് കാണാൻ പോകുമ്പോഴോ പാല് കാച്ചാൻ പോകുമ്പോഴോ ഒക്കെ ആയിട്ട് ഇല്ല, പറ്റില്ല, നിങ്ങൾക്ക് വീട് തരാൻ കഴിയില്ല എന്ന് പറയും. ചിലവർ ആദ്യം തന്നെ പറ്റില്ല എന്ന് പറയും, ചിലവർ ആദ്യം പറ്റുമെന്ന് പറഞ്ഞാലും പിന്നെ അവസാന നിമിഷം ഇല്ല, നിങ്ങൾക്ക് വീട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചതിക്കുക. അപ്പൊ ഇതൊന്നും വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ജയപാലൻ ഇപ്പുറത്ത് നിന്ന് കളിക്കുന്ന കളിയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് പോയി സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഹൗസ് ഓണേഴ്സിനെയും വിളിച്ച് ഇവർക്ക് വീട് കൊടുക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ ദുഷ്ടൻ. അങ്ങനെ ഇവരൊക്കെ വിചാരിക്കുകയാണ്, എങ്ങോട്ട് വന്നാലും ഇയാളുടെ ശല്യം തീരുന്നില്ലല്ലോ, ഇയാളുടെ ശല്യം ഇല്ലാതെ ഇയാളെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യാതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മനസമാധാനമായിട്ട് ജീവിക്കാൻ മാത്രം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാവേരിയും വിനീതും ഗംഗയും കൂടെ കുറേ വീടുകളൊക്കെ നോക്കുന്നുണ്ട്. അവസാനം ഒരു ബ്രോക്കർ ഒരു വീട് ഇവർക്ക് കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അത് നോക്കാൻ പോകുമ്പോൾ അതൊരു വലിയ വീടായിരിക്കും. അത് നമ്മുടെ നരേൻ്റെ വീടാണ് കേട്ടോ. പക്ഷെ ബ്രോക്കർ ഇവർക്ക് തന്ന അഡ്രസ്സ് ഇതായതുകൊണ്ട് ഇവർ പോയി വീട് നോക്കുമ്പോൾ വലിയൊരു വീടാണ്. ഇത്രയും വലിയ വീടൊന്നും നമുക്ക് വേണ്ടല്ലോ എന്നൊക്കെ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വീട്ടിലുള്ള ആൾക്കാർ ഇവരോട് പറയുന്നത്, ഇതല്ല വീട്, വാടകയ്ക്ക് കൊടുക്കാനുള്ളത് ഞങ്ങളുടെ ഔട്ട് ഹൗസ് ആണ്, അത് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞൊരു ചെറിയ വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നരേൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. അങ്ങനെ നമ്മുടെ കാവേരിയും ശാരദയുണ്ട്. കാവേരിക്കും ശാരദയ്ക്കും നരേൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഈ വീട് കാണിച്ചു കൊടുക്കുകയാണ്. ചെറിയ വീടാണ്, നിങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പറ്റുമോന്ന് അറിയില്ല, നിങ്ങൾ നോക്കിയിട്ട് പറ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇവർ പോയി നോക്കുന്നു. പക്ഷെ വീട് ചെറുതാണെങ്കിലും ആ ജയപാലൻ്റെ ശല്യമില്ലാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ഇത് തന്നെ ധാരാളം മതി എന്ന് തീരുമാനിക്കുകയാണ്. പിന്നെ ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നല്ല ടൈപ്പാണല്ലോ, ഇവരെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഔട്ട് ഹൗസിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് പോലെ നരേൻ്റെ ആ വലിയ വീട്ടിൽ ഒരു ജനാലയുണ്ട് കേട്ടോ. ആ ജനാല തുറന്ന് നരേൻ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ബഹളം വെക്കുകയാണ്, മുത്തശ്ശി എന്താ അവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുമ്പോൾ മുത്തശ്ശൻ പോയി നോക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒന്നും വിചാരിക്കേണ്ട, എൻ്റെ പേരക്കുട്ടിയാണ് അകത്തുള്ളത്, അവനോട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ പോയി നരേനോട് അകത്ത് പോയി സംസാരിക്കുന്നു. അവർക്ക് നമ്മുടെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുത്തതാണ്. അവരെ അമ്മയും മുത്തശ്ശിയും 4 മക്കളും ഒരു മരുമകനുമാണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഇപ്പോൾ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കേണ്ട കാര്യം എന്താണ്, അവരോട് ഇപ്പം തന്നെ പോകാൻ പറ, ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്നില്ല, അവരവിടെ താമസിച്ചാൽ എൻ്റെ പ്രൈവസി പോകും എന്നൊക്കെ പറഞ്ഞ് നരേൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, എടാ ആ വീട് നശിച്ചു പോവില്ലേ, ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ അവർ നന്നായി നോക്കിക്കോളും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ശരി, ഞാനിതിന് സമ്മതിക്കില്ല എന്നൊക്കെ നരേൻ അകത്തുനിന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇപ്പുറത്തുനിന്ന് നമ്മുടെ കാവേരിയും ശാരദയും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ആ മുത്തശ്ശിയോട് പറയാണ്, അത് കുഴപ്പമില്ല, എന്നാൽ ഞങ്ങൾ പൊയ്ക്കോളാം എന്നൊക്കെ പറയുമ്പോൾ, അല്ലല്ല വേണ്ട, മുത്തശ്ശൻ അവനോട് സംസാരിക്കുന്നുണ്ടല്ലോ, അവൻ സമ്മതിക്കും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ മുത്തശ്ശി ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് നരേനോട് മുത്തശ്ശൻ പറയാണ്, ശരി അവരെ ഞാൻ പോകാൻ പറയാം, പക്ഷെ ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താണെന്ന് എനിക്കറിയാം മുത്തശ്ശ, ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് നരേൻ പറയാണ് കേട്ടോ. കല്യാണക്കാര്യമാണ് നരേനെ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞ് മുത്തശ്ശൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ നരേൻ അത് പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോൾ അവർ ആ ഔട്ട് ഹൗസിൽ വാടകയ്ക്ക് താമസിക്കും, അത് നീ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നരേൻ എന്തെങ്കിലും ചെയ്യ് എന്നും പറഞ്ഞ് അകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇപ്പുറത്തുനിന്ന് കാവേരി ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്, ആരാ അത് അകത്തുനിന്ന് ബഹളം വെക്കുന്നവൻ, ഒരു മാനേഴ്സ് വേണ്ടേ, ഒരു മര്യാദ വേണ്ടേ, എന്ത് മൃഗം അത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മുത്തശ്ശിയോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ
മുത്തശ്ശി ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കരുത്, അതെന്റെ പേരക്കുട്ടിയാണ്, അവൻ കുറച്ച് ഈ പ്രൈവസിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇവരിങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിക്ക് പാലൊക്കെ കാച്ചുന്നു. കൂടെ തന്നെ ഈ മുത്തശ്ശി നരേന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് അതായത് കാവേരിയോടും കുടുംബത്തോടും പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മൂത്ത മോളും മരുമോനും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ അവരുടെ കുഞ്ഞായിരുന്ന നരേൻ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവനെ വളർത്തിയതാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ഈ നാട്ടിൽ നിന്ന് പോവാതെ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ഈ വീട്ടിൽ ഞങ്ങളെ കൂടാതെ എൻ്റെ രണ്ടാമത്തെ മോളും മരുമോനും ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഇപ്പോഴാണ് കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ആകെ ഒറ്റ സ്വപ്നമേ ഉള്ളൂ, എൻ്റെ നരേൻ്റെ കല്യാണം. ഈ ഔട്ട് ഹൗസിലാണ് ഒരു പെൺകുട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. അവളെയായിരുന്നു അവൻ കല്യാണം കഴിക്കാൻ നിന്നത്. പക്ഷെ കല്യാണത്തിൻ്റെ തലേന്ന് ആ പെൺകുട്ടി മിസ്സായി. അവൾ എങ്ങോട്ട് പോയി എന്തായെന്നൊന്നും ആർക്കും അറിയില്ല. അവളെക്കുറിച്ചുള്ള അന്വേഷണത്തിലും തെരച്ചിലൊക്കെ നടക്കുകയാണ് ഇപ്പോൾ നരേൻ. അതിനിടയ്ക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല. അവളെ ഒട്ട് മറക്കാൻ അവന് പറ്റുന്നുമില്ല. അതാണ് എനിക്കിപ്പോൾ ആകെയുള്ള ഒരു സങ്കടം എന്നൊക്കെ പറയുമ്പോൾ കാവേരിക്ക് ആ ഒരു ക്യാരക്ടറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയോട് എന്താ അയാളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ നരേനാണെന്ന് പറയുന്നുണ്ട്. ഓ, നരേൻ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം കാവേരിയും കുടുംബവും ഈ ഔട്ട് ഹൗസിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഇവർക്ക് ആകെ ഉള്ള ഒരു പേടി എന്താന്ന് വെച്ചാൽ, ഇവിടെയും ആ ജയപാലൻ വന്ന് ശല്യം ചെയ്യോ, ഹൗസ് ഓണറോട് വന്ന് വീട് കൊടുക്കണ്ടെന്ന് പറയോ, അങ്ങനെ ഹൗസ് ഓണർ നമ്മളോട് വന്ന് പെട്ടെന്ന് ഇറങ്ങി തരാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോവും, അതൊക്കെയാണ് ഇവരുടെ പേടി കേട്ടോ. അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് ഇവർ പേടിച്ചത് തന്നെ അതേപോലെ സംഭവിക്കുന്നത്. ജയപാലൻ ഇപ്പോൾ നരേനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിന്റെ ഔട്ട് ഹൗസിൽ താമസിച്ചിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ കുടുംബത്തിലുള്ളവർ മൊത്തം മരിച്ചു വീഴും എന്നൊക്കെ പറയുന്നുണ്ട് ജയപാലൻ. പക്ഷെ നരേൻ അതിലൊന്നും പേടിക്കുന്ന ആളല്ലല്ലോ. അങ്ങനെ നരേൻ, നീ വാടാ ജയപാല, നിന്നെ ഞാൻ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നീയല്ലേ സ്വന്തം സുഹൃത്തിനെ ചതിച്ച് അയാളുടെ പണം കൊണ്ട് ഞങ്ങളുടെ തോട്ടം വാങ്ങിയ ആള്, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പരിചയപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ട് നരേൻ. അങ്ങനെ ജയപാലൻ ഒട്ടും പേടിക്കാതെ, അങ്ങനെ ഇപ്പോൾ ആ കാവേരിക്ക് കുടുംബത്തിന് താമസിക്കാൻ ഒരാൾ വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ജയപാലനെ കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ നേരിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് കാവേരിയോടും കുടുംബത്തോടും വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയാൻ നിങ്ങൾ ആരാന്നൊക്കെ കാവേരി ചോദിക്കുമ്പോൾ നേരെ ജയപാലൻ നരേന്റെ മുത്തശ്ശനോട് പോയി പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നതല്ലേ ഇവർക്ക് വീട് കൊടുക്കണ്ടെന്ന്, എന്നിട്ട് എന്തിനാ കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയാൻ നിങ്ങൾ ആരാ, ഇത് എൻ്റെ വീടാണ്, അത് ആർക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ആരെങ്കിലും ഒരാൾ വിളിച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് കേട്ട് കൊടുക്കാതിരിക്കാനുള്ള ആവശ്യം എന്താണ് എനിക്ക്, അതൊക്കെ ഇരിക്കട്ടെ, നീ ആരാ എന്നൊക്കെ നരേന്റെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നരേന്റെ മുത്തശ്ശനെ അടിക്കാനൊക്കെ പോവാണ് കേട്ടോ നമ്മുടെ ജയപാലൻ. ആ സമയത്താണ് നരേൻ ഇടപെടുന്നത്. അപ്പോഴാണ് നരേനെ ശരിക്കും കാണിക്കുന്നത് കേട്ടോ. ഒറിജിനൽ വേർഷനിൽ അങ്ങനെയാണ്. ഇവിടെയാണ് നരേന്റെ എൻട്രി. ഇതിലിപ്പോൾ നേരത്തെ കാണിച്ചതുകൊണ്ട് ഒരു റീ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് നമ്മുടെ കാവേരി ആദ്യമായിട്ട് നരേന്റെ മുഖം കാണുന്നത്. നരേൻ വീടിനകത്ത് നിന്ന് നല്ല ഫോഴ്സിൽ ഇങ്ങനെ പറന്ന് വരികയാണ് കേട്ടോ. എന്നിട്ട് ജയപാലനെ എടുത്തിട്ട് തല്ലുന്നുണ്ട്. വിനീതൊക്കെ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ജയപാലനെയൊക്കെ ആരെങ്കിലും തല്ലുക എന്ന് വെച്ചാൽ ആ ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും വലിയൊരാളല്ലേ ജയപാലൻ. അപ്പോൾ പിന്നെ ഇവരൊക്കെ അതിങ്ങനെ അത്ഭുതത്തിൽ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നരേൻ നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് ജയപാലന്. എന്നിട്ട് എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മുത്തശ്ശനോട് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ, ഞാൻ 10 വരെ എണ്ണുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ തന്നെ കൊന്നു കുഴിച്ചു മൂടും എന്നൊക്കെ പറയുന്നതുകൊണ്ട് ജയപാലൻ ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് സ്ഥലം വിടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നരേനും കാവേരിയും കണ്ടുമുട്ടാൻ പോകുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒറിജിനൽ കഥ മഹാനദിയിൽ സംഭവിച്ച കാര്യങ്ങളും അത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ. ആ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളും അതിൻ്റെ കൂടെ എൻ്റെ ചില സങ്കല്പങ്ങളും എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതേപോലെ സംഭവിക്കണം എന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക് യു, ബൈ.